ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ കണ്ടല്ലോ, മുട്ടയും പപ്പടവും കൊണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പി തയ്യാറാക്കാൻ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്, അത്രയും മണമാണ് കേട്ടോ. ഒരു 10 വീടെങ്കിലും ഇതിൻ്റെ മണം അടിക്കും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 10 പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതേപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് വളരെ ടേസ്റ്റോടുകൂടി ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ കേട്ടോ. പച്ചക്കറികളൊന്നും ഇല്ലാത്തിരിക്കുകയാണെങ്കിലും നമുക്ക് ഇതേപോലെ ഒരു കറി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പപ്പടം എല്ലാം കൂടെ അതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ. മീനും മുട്ടയും ഒന്നും ഇല്ലാത്തൊരു ദിവസങ്ങളിലാണെങ്കിൽ ഇതേപോലെ ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. മുട്ട ഇല്ലാതെ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കാമേ. ഇപ്പം ഞാൻ മുട്ട ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. മുട്ട ഇല്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. ഞാൻ മുട്ട ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗം മാത്രം ഒന്ന് സ്കിപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ബാക്കി അതേപോലെ നമുക്കങ്ങ് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. വെജിറ്റേറിയൻകാരാണെങ്കിലും അവർക്കാണെങ്കിലും ഈ റെസിപ്പി തയ്യാറാക്കാം കേട്ടോ. മുട്ട ഇടുന്നത് മാത്രം ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതിയാവുകയെ. അപ്പോൾ പപ്പടം എല്ലാം അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത പപ്പടം എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പപ്പടം എല്ലാം അറിയാമല്ലോ, പപ്പടം പെട്ടെന്ന് തന്നെ നമുക്കതങ്ങ് മുരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. ബാക്കിയുള്ള പപ്പടവും കൂടെ ഇതിലോട്ട് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇനി അത് നമുക്കെല്ലാം കൂടെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പീസാണ് കേട്ടോ എൻ്റെ ചാനലിൽ ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മസ്റ്റായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പപ്പടം എല്ലാം നല്ലോണം ഒന്ന് മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ പപ്പടം എല്ലാം കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ പപ്പടം എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഈ കൂട്ട് തയ്യാറാക്കാനായിട്ടുള്ള ഒരു അരപ്പ് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു അരമുറി തേങ്ങ തിരികെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ജീരകവും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. നല്ലോണം അരയണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു കറുത്ത ഉഴുന്ന് പരിപ്പാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാമേ. ഇനി അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് നമുക്ക് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള ചെറുതായിട്ടൊന്ന് ഒരു കണ്ണാടി പരുവത്തിലൊന്ന് ആയി വന്നാൽ മതിയേ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അരപ്പ് കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ തേങ്ങയുടെയൊക്കെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം, പപ്പടത്തിൽ ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ മതിയാവുകയെ. ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പൊടികളുടെയൊക്കെ ഒരു പച്ചച്ചുവ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ആ കൂട്ടൊന്ന് രണ്ട് സൈഡിലോട്ടൊന്ന് നീക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇനി വെജിറ്റേറിയൻ
ആവശ്യക്കാരാണെങ്കിൽ ഈ മുട്ട ഒഴിക്കുന്ന ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി പ്രോസസ്സൊക്കെ അതേപോലെ അങ്ങ് ചെയ്താൽ മതിയാവും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നമുക്ക് റെഡിയായി കിട്ടുകയെ. മുട്ട കൂടെ ഇടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല മണമാണ് കേട്ടോ. നമ്മളിതാ ഈ കൂട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതാ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ കൂട്ടുമായിട്ട് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ചിക്കി എടുക്കാം. അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുക, ഹൈ ഫ്ലെയിമിലിട്ട് കരിക്കാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഇതാ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാമേ. അപ്പോൾ അതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പപ്പടം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിയോടൊപ്പം വേണമെങ്കിലും ഈ കറി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാം. ചോറിനോടൊപ്പം നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പപ്പടമൊക്കെ വരുമ്പോഴത്തേക്കും അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല പപ്പടം ഒന്ന് ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ കൂട്ടിലേക്ക് ഈ പപ്പടമൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാമേ. വെള്ളം ഒന്ന് തളിച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ കൂട്ടിലേക്ക് ഈ പപ്പടത്തിൻ്റെ ആ ഒരു എരിവൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുമേ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്യാം. അത് അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളമെല്ലാം ഈർപ്പമൊക്കെ നല്ലോണം അങ്ങ് വറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ, നല്ല മണമാണ്, അത്രയ്ക്കും ടേസ്റ്റുമാണ്. കണ്ടല്ലോ, നല്ല തുറാന്ന് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക്